അടുത്തിടെ നമ്മൾ കണ്ട ഒരു വീഡിയോയിൽ പശ്ചിമ ബംഗാളിലെ ഒരു പയ്യൻ കുളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ശരീരമാകെ അനുഭവപ്പെടുന്ന കടുത്ത പുകച്ചിൽ നിന്നും താൽക്കാലിക ആശ്വാസം തേടി രാത്രിയും പകലുമൊക്കെ കുളങ്ങളിൽ കഴിയേണ്ടി വന്ന പശ്ചിമ ബംഗാളിലെ കൗമാരക്കാരനാണ് ഇക്ബാൽ. എന്തായാലും ഈ വീഡിയോ വൈറലായതോടെ ഇക്ബാലിന്റെ വിദഗ്ധ ചികിത്സയ്ക്ക് വഴിയൊരുങ്ങുകയും ചെയ്തിരുന്നു. മുർഷിദാബാദിലെ ബെൽഡംഗ സ്വദേശിയായ ഇക്ബാൽ കുളത്തിൽ കിടന്ന് ഭക്ഷണം കഴിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഈ സംഭവം ദേശീയ ശ്രദ്ധ നേടുന്നത്. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി വിഷയത്തിൽ ഇടപെടുകയും ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഇക്ബാലിനെ പ്രത്യേക പരിശോധനയ്ക്കും ചികിത്സക്കുമായി മുംബൈയിലേക്ക് എയർ ആംബുലൻസിൽ കൊണ്ടുപോവുകയായിരുന്നു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിലും വെള്ളത്തിൽ നിന്നും പുറത്തു വന്നാൽ ശരീരമാകെ ശക്തമായി പൊള്ളുന്നത് പോലുള്ള അനുഭവമാണ് ഉള്ളതെന്നും ഇക്ബാൽ പറയുന്നു. വെള്ളത്തിൽ കഴിയുമ്പോൾ ഒരു അമാനുഷിക ശക്തി തന്നെ നിയന്ത്രിക്കുന്നതായി തോന്നുന്നുവെന്നും ഇക്ബാൽ പറഞ്ഞിരുന്നു. ഈ അസഹനീയമായ അവസ്ഥയിൽ നിന്ന് അല്പനേരം ആശ്വാസം ലഭിക്കുന്നതിനായാണ് ഇക്ബാൽ വിവിധ കുളങ്ങളിലും തോടുകളിലുമൊക്കെ മണിക്കൂറുകളോളം കഴിയുന്നത്. പലപ്പോഴും രാത്രി വൈകിയും കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇക്ബാലിനെ നാട്ടുകാർ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഇക്ബാലിന്റെ അപൂർവ രോഗത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകൾ പങ്കുവെക്കപ്പെട്ടിരുന്നു. ഇക്ബാലിന്റെ രോഗം തിരിച്ചറിഞ്ഞ ആദ്യ കാലങ്ങളിൽ തന്നെ കുട്ടിക്ക് ചികിത്സ നൽകിയിരുന്നെങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അച്ഛനമ്മമാർ പറയുന്നു. അതേസമയം തുടർ ചികിത്സക്കുള്ള സാമ്പത്തിക ശേഷി ആ കുടുംബത്തിനില്ലതാനും. അതിനിടെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത്. തുടർന്ന് അനന്ത് അംബാനിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ വിദഗ്ധരുടെ ഒരു സംഘം ഇക്ബാലിന്റെ അടുത്ത് എത്തുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അവിടെ വെച്ച് വിലയിരുത്തുകയും ചെയ്തു. തുടർന്ന് അടിയന്തര നടപടിയുടെ ഭാഗമായി അനന്ത് അംബാനിയുടെ നിർദ്ദേശപ്രകാരം മുംബൈയിലെ സാർ എച്ച് റിലയൻസ് ഫൗണ്ടേഷൻ ആശുപത്രിയിൽ പ്രത്യേക പരിശോധനയ്ക്കും ചികിത്സക്കുമായി മുംബൈയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതേസമയം ദിവസം മുഴുവനും ഇത്തരത്തിൽ വെള്ളത്തിൽ കിടക്കുന്നത് പുതിയ മറ്റ് പല രോഗങ്ങൾക്കും കാരണമാകുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. ചർമ്മം അമിതമായി മൃദുവാകുകയും നിറം മാറുകയും ചെയ്യുന്നതിനൊപ്പം വിള്ളൽ, അണുബാധ, ചൊറിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. തുടർച്ചയായ ഈർപ്പം മൂലം ബാക്ടീരിയ, ഫംഗസ് അണുബാധകൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുമെന്നും ഡെർമറ്റോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. 16 വയസ്സുള്ള ഇക്ബാൽ ഇപ്പോൾ സർ എച്ച് റിലയൻസ് ഫൗണ്ടേഷൻ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിലാണ്. ഇത്രയും കാലം കുളത്തിൽ കഴിഞ്ഞിരുന്ന മകൻ ഇനി പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ കരയിലേക്കും തുടർന്ന് ജീവിതത്തിലേക്കും നടന്ന് കയറുമെന്ന പ്രതീക്ഷയിലാണ് ഇക്ബാലിന്റെ കുടുംബം കാത്തിരിക്കുന്നത്.